പൗലോസ് പറയാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ അറിവുള്ളതാകിയാൽ, കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഉച്ഛിഷ്ടം പോലെ ഞാൻ കരുതുകയാണ്. കാരണം എന്താ? അതിനേക്കാളും വിലപ്പെട്ടതൊന്ന് എന്റെ ആത്മാവിൽ കിട്ടിയതുകൊണ്ട്. അതുകൊണ്ടാണ് സഭാപ്രസംഗൻ പറയുന്നത്, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളൊക്കെ ആഗമിക്കും മുമ്പ്, അത് വരുന്നതിന് മുമ്പ് നീ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു ജീവിതമാണ് യൗവനം പിന്നിട്ട്, അതിന്റെ നമ്മുടെ ജീവിതത്തിന്റെ മധ്യാഹ്ന സമയമൊക്കെ പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ നമുക്കൊന്നിലും നമ്മുടെ യൗവന കാലഘട്ടത്തിലും നമ്മുടെ മധ്യാഹ്നത്തിലൊക്കെ നമുക്ക് സന്തോഷം തന്നുകൊണ്ടിരുന്ന പലതിനും നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്ക് സന്തോഷം തരാൻ പറ്റില്ല. ഒന്നിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ഒരു ജീവിതത്തിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരൊക്കെ നമ്മളെ ഇങ്ങനെ കൈപിടിച്ച് നടത്തേണ്ട ഒരു അവസ്ഥ, മറ്റുള്ളവർ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ട അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള സമയം നമുക്ക് വരും. അപ്പോ ഇങ്ങനെയുള്ള ദുർദിനങ്ങളൊക്കെ ആഗമിക്കും മുമ്പ് നീ കർത്താവിനെ സ്മരിക്കാനാണ് വചനം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ ഒരു 21-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങളില് യേശു പത്രോസിനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നില്ലേ? നിന്റെ യൗവനത്തില് നിനക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു, നിനക്ക് ബലമുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, കരുത്തുണ്ടായിരുന്നു. നീ സ്വയം അരമുറുക്കി നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ പോയി. ഇനിയോ? എന്നാൽ പ്രായമാകുമ്പോ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പലപ്പോഴും ഈ പ്രായമായ മാതാപിതാക്കളൊക്കെ വരുമ്പോ പറയാനുള്ള കാര്യമാണ്, അത്യാവശ്യം ആരോഗ്യമുണ്ടോ, അത്യാവശ്യം നടക്കാൻ പറ്റോ, അത്യാവശ്യം പ്രാർത്ഥിക്കാൻ പറ്റോ, അത്യാവശ്യം സ്വന്തമായിട്ട് പള്ളിയിലൊക്കെ പോകാൻ പറ്റോ? ആ സമയത്ത് ദേവാലയത്തിൽ പോവുക, ഉദാസ ജീവിതത്തെ കൊടുക്കുക, പ്രാർത്ഥിക്കുക. കാരണം ഇതുപോലും പറ്റാത്തൊരു സമയം വരും. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ജീവിതത്തിലേക്കാണ് നമ്മുടെ യൗവനം പിന്നിട്ട്, മധ്യാഹ്നം പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് വരും. അപ്പോ നമുക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് വിചാരിച്ചാൽ മകന്റെ അല്ലെങ്കിൽ മകളുടെ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ ഒക്കെ സഹായം വേണ്ടി വരും. ഇന്ന് പല മാതാപിതാക്കളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മക്കളുടെ അടുത്തോ കൊച്ചുമക്കളുടെ അടുത്തോ ചോദിക്കാൻ പോലും പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവരുടെ വായിന്ന് വരുന്ന വാക്ക് എന്നാന്നറിയാവോ? തള്ളായി ഇവിടെ കിടന്നുകൊണ്ട് എന്നാ ചെയ്തിട്ടാ, എന്ത് പാപം ചെയ്തിട്ടാ ഈ മാസം കുമ്പസാരിക്കണമെന്ന് പറയുന്നേ? ഇവിടെ ഒരിടത്തും കിടക്കുന്നു പറയാം. അവസാനം വീട്ടിൽ കിടന്ന് ഇങ്ങനെ ചിലര് മരവിച്ചും മനസ്സ് മരിച്ചും ആത്മീയ ജീവിതം, ആത്മാവിൽ മരണം സംഭവിച്ചൊക്കെ മരണത്തിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു ജീവിതവും നിരന്തരം ചിന്തിക്കുന്നുണ്ട്, എന്റെ നാളെ എന്താണ്, വരും ദിവസങ്ങളിൽ എന്റെ ജീവിതം എങ്ങനെയായിരിക്കും, ഇനി എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും? അപ്പൊ മറ്റൊരുവന്റെ സഹായം കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഒരു ദൈവവൈദ്യൽ എത്തുമ്പോ നിരന്തരമായ ഒരു ആകുലതയുടെ, ഒരു ഭാരത്തിന്റെ ഒക്കെ വിഷയമായിട്ട് മാറും. കാരണം എന്താ? എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് സഭാപ്രസംഗം പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ദുർദിനങ്ങളൊക്കെ ആഗമിക്കും മുമ്പ് നീ കർത്താവിനെ സ്മരിക്ക്, കർത്താവിൽ നിന്റെ ജീവിതം